ഉണ്ടാക്കുന്നതെന്ന് വീഡിയോയിൽ പോയി നോക്കാം. ഇവിടെ ഞാൻ ഒരു പാക്കറ്റ് സോസേജാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ പെരുംജീരകപ്പൊടിയും കൂടെ ഇട്ട് ഒന്ന് നല്ലതുപോലെ മിക്സാക്കി 15 മിനിറ്റ് വെച്ചേക്കണം. അടുത്തതായി ഒരു പാൻ എടുക്കുക. പാൻ ഒന്ന് ചൂടായതിന് ശേഷം നമുക്കതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഇരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏത് എണ്ണയാണോ ഇരിക്കുന്നത് അത് യൂസ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അതൊന്ന് ചൂടായതിന് ശേഷം എണ്ണയൊന്ന് ചൂടായതിന് ശേഷം നമുക്കതിലേക്ക് മസാല പുരട്ടി വെച്ചിരുന്ന സോസേജ് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ മുഴുവനായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുവാണ്. മസാല പുരട്ടിയത് ആ ഒരു പാക്കറ്റ് സോസേജ് മുഴുവനായിട്ട് അങ്ങ് ഒത്ത് തട്ടി കൊടുക്കുവാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊരു 2 വട്ടമൊക്കെ ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ ഇത് ഒത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇതൊന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് മിക്സ് ആക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ ഒരു വശം മാത്രമേ ഫ്രൈ ആയി വരത്തുള്ളൂ. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുമ്പോഴത്തേക്ക് 2 വശവും ഒന്ന് നല്ലതുപോലെ ഫ്രൈ ആയി വരും. ഇപ്പോൾ എൻ്റെ നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കപ്പോൾ ഇതിനെ വേറൊരു പാത്രത്തിലോട്ട് കോരി മാറ്റി വെക്കാവുന്നതാണ്. അതിനുശേഷം ബാലൻസ് വരുന്ന ഈ എണ്ണയിൽ നമുക്ക് എന്ത് ചെയ്യാം, 2 മീഡിയം സൈസിലെ സവാള ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ റോസ്റ്റിന് വേണ്ടിയിട്ട് 2 മീഡിയം സൈസിലെ സവാള നമ്മൾ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ ഞാൻ ആദ്യം ഉപ്പ് ചേർത്തിട്ടില്ല. ഞാൻ മസാലപ്പൊടികൾ ചേർക്കുന്ന സമയത്ത് മാത്രമേ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇതെൻ്റെ സവാള ഇപ്പോൾ നല്ലതുപോലെ മിക്സായി വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു തക്കാളി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. പച്ചമുളക് നിങ്ങൾക്ക് എരിവ് ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ പച്ചമുളക് ഇട്ട് കൊടുക്കേണ്ടതാണ്. ഒരു 2 എണ്ണം ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇപ്പോഴാണ് ഞാൻ ഉപ്പിട്ട് കൊടുത്തേക്കുന്നത്. ഈ ഉപ്പിട്ടതിന് ശേഷം പെരുംജീരകപ്പൊടി ഒരു 1/4 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ, മുളക് പൊടി കാശ്മീരി മുളക് പൊടി നമുക്കൊരു 1.5 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പിലയും കൂടെ ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചൂടുവെള്ളം കൂടെ ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു സ്പൂൺ നാരങ്ങ നീരും കൂടെ ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കുക. അതൊന്ന് ഇളക്കി. ഇപ്പോൾ എൻ്റെ വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റിയിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിലിട്ടാണ് ഞാൻ ആദ്യം ഒന്ന് വറ്റിച്ചെടുക്കുന്നത്. അപ്പോൾ അതിന് ശേഷം ഒന്ന് നല്ലപോലെ ഫുള്ളായിട്ടൊന്ന് ഡ്രൈ ആയി വരണം. അപ്പോൾ മാത്രമേ ഇതൊരു സോസേജ് റോസ്റ്റ് ആവുള്ളൂ. എൻ്റെ ഇപ്പം നല്ലപോലെ ഫ്രൈ ആയി റോസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ സോസേജ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.